അടുത്ത കാലം വരെ നാടിന് അപ്പുറത്തേക്ക് ഖ്യാതി ഇല്ലാതിരുന്ന ഒരു ചെറുപ്പക്കാരനെ ഇപ്പോൾ എല്ലാവരും അറിയും. ആ പ്രസിദ്ധിക്ക് മുന്നിൽ ഒരു അക്ഷരം കൂട്ടിച്ചേർക്കണമെന്ന് മാത്രം. അതെ, കുപ്രസിദ്ധി. മൂവാറ്റുപുഴ മുടിയക്കാട്ടിൽ എഡിസൺ എന്ന് പറയുമ്പോൾ ആ കുപ്രസിദ്ധിയുടെ പിന്നിലെ കാരണം ചിലർക്കെങ്കിലും വ്യക്തമാവുകയും ചെയ്യും. മെക്കാനിക്കൽ എഞ്ചിനീയർ ജോലി ഉപേക്ഷിച്ച് മയക്കുമരുന്ന് ശൃംഖലയായ കെറ്റ മെലോണിന്റെ സൂത്രധാരനായി മാറിയ എഡിസൺ ബാബുവാണ് ഈ വാർത്തയുടെ കേന്ദ്രബിന്ദു. ദിനംപ്രതി നമ്മളെ തേടിയെത്തുന്ന മയക്കുമരുന്ന് സംബന്ധമായ വാർത്തകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് എഡിസന്റെ ഈ വാർത്ത. സിനിമാ കഥകളെ വെല്ലുന്ന വിധത്തിലുള്ള ട്വിസ്റ്റുകളും ആന്റി ക്ലൈമാക്സും ചേർന്ന ഈ കഥ അക്ഷരാർത്ഥത്തിൽ മലയാളികളെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. മൂവാറ്റുപുഴയിലെ ഒരു നാട്ടിൻപുറത്തുകാരൻ അന്താരാഷ്ട്ര ബന്ധമുള്ള മയക്കുമരുന്ന് വ്യാപാര ശൃംഖലയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് സ്വന്തം വീട് കേന്ദ്രീകരിച്ചും ആധുനിക സാങ്കേതിക മാർഗങ്ങളുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചും അവിഹിത മാർഗങ്ങളിലൂടെ ധനസമ്പാദനം നടത്തി നാട്ടിൽ സ്വാത്വികനും കുടുംബസ്നേഹിയുമായി അഭിനയിച്ചുകൊണ്ട് ഇരട്ട ജീവിതം നയിക്കുകയായിരുന്നു എന്നതുമാണ് ഈ കഥയുടെ ഒരു പ്രത്യേകത. വിദ്യാസമ്പന്നൻ, നാട്ടിൽ ആർക്കും പരാതികൾക്ക് ഇടം കൊടുക്കാത്ത വിധം ജീവിക്കുന്നവൻ, പക്ഷേ യഥാർത്ഥ എഡിസൺ മറ്റൊരാൾ ആയിരുന്നു. 2025 ജൂൺ 29 ഞായറാഴ്ച നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഉദ്യോഗസ്ഥർ മുടിയക്കാട്ടിൽ വീട്ടിലെത്തി എഡിസണുമായി സംസാരിക്കുന്നതുവരെ എല്ലാം ശാന്തമായിരുന്നു. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുമ്പോൾ എഡിസണും ആത്മവിശ്വാസമുള്ളവൻ ആയിരുന്നു. പക്ഷേ അവരുടെ ഒരു ചോദ്യത്തിനു മുൻപിൽ എഡിസന്റെ നില തെറ്റി. ആ നിലതെറ്റൽ കേരളത്തെ വ്യാപിച്ച ലഹരി ശൃംഖലയുടെ വേരുകൾ അറുക്കുവാൻ പര്യാപ്തമായ വിധത്തിൽ ആയിരുന്നു. കെറ്റ മെലോണുമായി എന്താണ് ബന്ധം എന്നതായിരുന്നു ആ ചോദ്യം. മെക്കാനിക്കൽ എഞ്ചിനീയറായി ബംഗളൂരു, പൂനെ എന്നിവിടങ്ങളിൽ ആഡംബരക്കാർ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്ന 35-കാരനായ എഡിസൺ എറണാകുളം ജില്ലയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയത്. മെട്രോ നഗരങ്ങളിൽ ജോലി ചെയ്തിരുന്ന അവസരത്തിലാകാം അയാൾ ആദ്യമായി ലഹരിയുടെ ലോകത്തേക്ക് കടന്നു വന്നത് എന്നാണ് സൂചന. കോവിഡ് കാലത്തിന് മുൻപ് തന്നെ അയാൾ ആലുവയിൽ ഒരു റെസ്റ്റോറന്റ് ആരംഭിച്ചിരുന്നു. കോവിഡ് മൂർച്ഛിച്ചപ്പോൾ മറ്റു പലർക്കും എന്നതുപോലെ ബിസിനസ് അയാൾക്കും നഷ്ടമായി. പിന്നീട് വീട്ടിലിരുന്നായിരുന്നു ജോലി. ആ സമയത്താണ് വീട് കേന്ദ്രീകരിച്ചുള്ള വൻതോതിലുള്ള ലഹരി ഇടപാടുകളിലേക്ക് അയാൾ ചുവട് മാറ്റിയത്. 2021 മുതലാണ് എഡിസൺ ലഹരി കച്ചവടത്തിലേക്ക് ഇറങ്ങിയത്. ആദ്യം സ്വന്തം ആവശ്യത്തിനായി ലഹരി വാങ്ങിച്ചു തുടങ്ങിയ അയാൾ അതിൻ്റെ പിന്നിലെ പണസമ്പാദനത്തിന്റെ എളുപ്പവഴികൾ കണ്ടപ്പോൾ അതൊരു തൊഴിലായി മാറ്റിയെടുക്കുകയായിരുന്നു. അതോടെ ആഗോള ലഹരി ഇടപാട് സംഘങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളായി അയാൾ മാറുകയായിരുന്നു. തുടക്കത്തിൽ ആവശ്യക്കാരെ കണ്ടെത്തി ചെറിയ തോതിൽ നേരിട്ട് വിൽപ്പന നടത്തിയിരുന്ന അയാളുടെ ലോകം വികസിച്ചത് അയാൾ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിലായിരുന്നു. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ സാധാരണ പിടികൂടുന്നതിനേക്കാൾ 10 ഇരട്ടി ലഹരിയാണ് എഡിസൺ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് അറിയുമ്പോഴാണ് അയാളുടെ മയക്കുമരുന്ന് കച്ചവടത്തിന്റെ വ്യാപ്തിയും തോതും നമ്മളെ ഞെട്ടിച്ചു കളയുന്നത്. വിദേശത്ത് നിന്ന് വൻതോതിൽ ലഹരി വാങ്ങി പാഴ്സൽ വഴി ഇടപാടുകാർക്ക് വിതരണം ചെയ്യുന്നതാണ് എഡിസൺ ചെയ്തിരുന്ന പരിപാടി. ആഗോള LSD വിതരണക്കാരായ സോയൂസ് ശൃംഖലയിൽ നിന്നാണ് LSDയും മറ്റും എഡിസൺ വാങ്ങിയിരുന്നത്. 6 മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് എഡിസണിലേക്ക് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എത്തുന്നത്. ജൂൺ 28 കൊച്ചി ഫോറിൻ പോസ്റ്റ് ഓഫീസിൽ എത്തിയ 3 പാഴ്സലുകളായിരുന്നു എല്ലാത്തിൻ്റെയും അവസാനം. കൊച്ചിയിലെത്തിയ പോസ്റ്റൽ പാഴ്സലുകളിൽ 280 LSD ബ്ലോട്ടുകൾ കണ്ടെത്തിയതിൻ്റെ ചുവട് പിടിച്ചുള്ള അന്വേഷണം എഡിസണിൽ ചെന്ന് ചേരുകയായിരുന്നു. ആ 3 പാഴ്സലുകളും ബുക്ക് ചെയ്തിരുന്നത് എഡിസന്റെ പേരിലായിരുന്നു. അധികാരികളെ നിഷ്പ്രഭരാക്കിയും കണ്ണുവെട്ടിച്ചും എങ്ങനെയാണ് എഡിസൺ ഇത്ര സമർത്ഥമായി മയക്കുമരുന്ന് കച്ചവടം നടത്തിയത് എന്ന ചോദ്യത്തിനുള്ള മറുപടി ഡാർക്ക് നെറ്റ്, ഡാർക്ക് വെബ് വഴിയാണ് ഈ ഇടപാടുകളെല്ലാം നടത്തിയിരുന്നത് എന്നാണ്. എന്താണ് ഈ ഡാർക്ക് നെറ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. രഹസ്യ നെറ്റ്വർക്കുകളാണ് ഡാർക്ക് നെറ്റുകൾ. പ്രത്യേക സോഫ്റ്റ്വെയറുകൾ വഴിയോ അക്കൗണ്ടുകൾ വഴിയോ മാത്രമേ ഇവയിൽ കയറാൻ കഴിയുകയുള്ളൂ. സെർച്ച് എഞ്ചിനുകളുടെ പരിധിയിൽ വരാത്തതാണ് ഇവ. അതുകൊണ്ടാണ് പേരിൽ ഡാർക്ക് ഉപയോഗിക്കുന്നത്. ഡാർക്ക് നെറ്റ് വെബിൽ ഉൾപ്പെടുന്ന വേൾഡ് വൈഡ് വെബിന്റെ ഭാഗമാണ് ഡാർക്ക് വെബ്. ടോർ ബ്രൗസർ പോലെയുള്ള പ്രത്യേക സോഫ്റ്റ്വെയറുകളിലൂടെയും ഉപകരണങ്ങളിലൂടെയും മാത്രം ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഇന്റർനെറ്റിന്റെ മറഞ്ഞിരിക്കുന്ന ഭാഗമാണ് ഡാർക്ക് വെബ്. പരമ്പരാഗത വെബ് ബ്രൗസറുകളിലൂടെ ആക്സസ് ചെയ്യാൻ കഴിയാത്തതും ഇന്റർനെറ്റിന്റെ മറഞ്ഞിരിക്കുന്നതും എൻക്രിപ്റ്റ് ചെയ്തതുമായ ഭാഗമാണ് ഇത്. സെർച്ച് എഞ്ചിനുകൾ സൂചികയിലാകാത്തതും സ്റ്റാൻഡേർഡ് സെർച്ച് അന്വേഷണങ്ങളിലൂടെ ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ ഇന്റർനെറ്റിലെ എല്ലാ ഉള്ളടക്കവും ഉൾക്കൊള്ളുന്ന ഡീപ്പ് വെബിന്റെ ഭാഗമാണിത്.
പലപ്പോഴും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് ഡാർക്ക് വെബ്. ചില സ്ഥാപനങ്ങൾക്ക് അജ്ഞാതമായി ആശയവിനിമയം നടത്താനും വിവരങ്ങൾ പങ്കിടാനും അദൃശ്യമായ പ്ലാറ്റ്ഫോം നൽകുന്നത് പോലെയുള്ള നിയമാനുസൃത ഉപയോഗങ്ങളും ഇതിനുണ്ട് എന്നും പറയാതിരിക്കാനാവില്ല. എങ്കിലും നിയമവിരുദ്ധ വസ്തുക്കളുടെ വിൽപ്പനയാണ് പ്രധാനമായും ഡാർക്ക് വെബിലൂടെ നടത്തപ്പെടുന്നത്. മയക്കുമരുന്ന്, ആയുധങ്ങൾ, മോഷ്ടിച്ച ഡാറ്റ, സോഫ്റ്റ്വെയറിന്റെ വിതരണം, സൈബർ ആക്രമണങ്ങളുടെ ഏകോപനം, കുട്ടികളെ ചൂഷണം ചെയ്യുന്ന വസ്തുക്കളുടെ കൈമാറ്റം, അതുപോലെ തന്നെ പോൺ വീഡിയോസ് അടക്കമുള്ള കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക വൈകൃതങ്ങൾ അടക്കമുള്ളവ, അങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായാണ് ഡാർക്ക് വെബ് ഉപയോഗിക്കപ്പെടുന്നത്. കൂടുതലായും ഹാക്കർമാരുടെയും സൈബർ കുറ്റവാളികളുടെയും പ്രധാന വിഹാര രംഗവുമാണ് ഡാർക്ക് വെബ്. ആഗോള ലഹരി മരുന്ന് ശൃംഖലയാണ് കെറ്റാമലോൺ എന്ന് പറയുന്നത്. ഡാർക്ക് നെറ്റിലൂടെ ഈ ശൃംഖലയുമായി ബന്ധപ്പെട്ടാണ് എഡിസൺ മയക്കുമരുന്ന് വ്യാപാരം നടത്തിയത്. സിയൂസ് കാർട്ടൽ അതിൽ ഒരെണ്ണമാണ്. മെക്സിക്കോ കേന്ദ്രീകരിച്ച് ലോകമാകെ രാസലഹരി എത്തിക്കുന്ന കാർട്ടലായ സാംബാഡയുടെ ഏജന്റുമാണ് എഡിസൺ. ഒരു വർഷം മുമ്പ് വരെ ഇന്റർനെറ്റ് അധോലോകമായ ഡാർക്ക് വെബ് അടക്കിവാണ ഓൺലൈൻ ലഹരിക്കടുത്ത സംഘമാണ് സാംബാഡ കാർട്ടൽ. ഇതിന്റെ തലവനായിരുന്നു എൽമയോ സാംബാഡ. കഴിഞ്ഞ വർഷമാണ് ഇയാളെ അമേരിക്കയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. അതോടെ കാർട്ടൽ കുറെ മാസങ്ങളോളം പ്രവർത്തനരഹിതമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ട്രൈബ് സിയൂസ് കാർട്ടലിലേക്ക് എഡിസൺ കളം മാറ്റി ചവിട്ടുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ രാസലഹരി ഉൽപാദനം തുടങ്ങിയത് ട്രൈബ് സിയൂസ് കാർട്ടലാണ്. വിദ്യാസമ്പന്നരാണ് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നതാണ് ഏറെ നടുക്കമുളവാക്കുന്ന വസ്തുത. 14 മാസങ്ങൾക്കിടയിൽ 600ഓളം തവണ ഇക്കൂട്ടർ ഇന്ത്യയിലേക്ക് ലഹരി കടത്തി എന്നാണ് നാർക്കോട്ടിക് ബ്യൂറോയുടെ കണ്ടെത്തൽ. ക്രിപ്റ്റോ കറൻസി വഴിയുള്ള പണമിടപാടുകളാണ് ലഹരി കച്ചവടക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവഴി നടത്തുന്ന പണമിടപാടുകളെ കുറിച്ച് അറിയാനുള്ള സാധ്യതയും കുറവാണ്. ക്രിപ്റ്റോ കറൻസി എന്താണ് എന്നുകൂടി നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം. ഒരു ഗവൺമെന്റോ അല്ലെങ്കിൽ ബാങ്കോ പോലെയുള്ള ഏതെങ്കിലും കേന്ദ്ര അധികാര സ്ഥാപനത്തെ ആശ്രയിക്കാതെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ ഒരു പണവിനിമയ മാധ്യമമായി പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഡിജിറ്റൽ കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. പ്രധാനമായും ഇന്റർനെറ്റിലൂടെയുള്ള സാമ്പത്തിക ഇടപാടുകൾക്കായി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ നാണയം ബിറ്റ്കോയിൻ ആണ്. ഇതുപോലുള്ള നിരവധി ക്രിപ്റ്റോ കറൻസികൾ ഇന്ന് ലഭ്യമാണ്. ഇത്തരത്തിലുള്ള ആധുനിക സാങ്കേതിക വിദ്യകളും സാധ്യതകളുമാണ് എഡിസണും അയാളെ പോലെ ഉള്ളവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പെട്ടെന്നൊന്നും അധികാരികളുടെ കണ്ണിൽപ്പെടാൻ സാധ്യത കുറവുള്ള കാര്യങ്ങളാണ്. അതാണ് ഇക്കൂട്ടർ വളരെ വ്യക്തമായി ഉപയോഗിച്ചത്. NCB ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി എഡിസണെ പിടികൂടുന്നത് വരെ വീട്ടുകാർ പോലും അയാളെ സംബന്ധിച്ച് ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഉദ്യോഗസ്ഥരുടെ പല ചോദ്യങ്ങൾക്കും വിശ്വസനീയമായ മറുപടി നൽകിയ അയാൾ കെറ്റാമലോണിനെ കുറിച്ചാണ് അറിയേണ്ടത് എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോഴാണ് താൻ പിടിക്കപ്പെട്ടുവെന്ന് അയാൾക്ക് മനസ്സിലായത്. ഒരിക്കലും പിടിക്കപ്പെടുകയില്ല എന്ന അയാളുടെ അമിത ആത്മവിശ്വാസം അവിടെ മല പോലെ ഇടിഞ്ഞു വീഴുകയായിരുന്നു. അതീവ രഹസ്യമായി ഡാർക്ക് വെബിലൂടെ ലഹരി വസ്തുവും ക്രിപ്റ്റോ കറൻസിയും ഇടപാട് നടത്തിയിരുന്ന കെറ്റാമലോൺ കാർട്ടലാണ് അവിടെ തകർന്നു വീണത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലഹരി സിൻഡിക്കേറ്റാണ് കെറ്റാമലോൺ. ബംഗളൂരു, ചെന്നൈ, ഭോപ്പാൽ, പാട്ന, ഡൽഹി എന്നീ നഗരങ്ങളിലേക്കും ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവ അടക്കമുള്ള പ്രദേശങ്ങളിലേക്കും LSD സ്റ്റാമ്പുകൾ എത്തിക്കുന്ന വിതരണ ശൃംഖലകൾ ഇവർക്ക് ഉണ്ട്. 70 ലക്ഷത്തിലധികം വിലമതിക്കുന്ന ക്രിപ്റ്റോ കറൻസി ആസ്തികൾ, 35.12 ലക്ഷം രൂപ വിലമതിക്കുന്ന 131.66 കിലോഗ്രാം കെറ്റാമിൻ, 1127 LSD സ്റ്റാമ്പുകൾ, ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവയെല്ലാമാണ് എഡിസന്റെ പക്കൽ നിന്ന് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. കേരളത്തിൽ പ്രതിവർഷം 1000-ൽ താഴെ LSD ബ്ലോട്ടുകൾ മാത്രം കാണുമ്പോൾ എഡിസൺ ഒരേ സമയം 1000 LSD സ്റ്റാമ്പുകൾക്ക് ഒറ്റ ഓർഡറാണ് നൽകിയിരുന്നത് എന്ന് ഓർക്കുക. അയാൾ നിയന്ത്രിക്കുന്ന ലഹരി മാഫിയയുടെ വിശാലതയാണ് ഇവിടെ വെളിവാകുന്നത്. ഇത്രയും അധികം ലഹരി കച്ചവടം നടത്തിയിട്ടും എന്തുകൊണ്ടാണ് നാർക്കോട്ടിക് ബ്യൂറോയുടെ കണ്ണിൽ നിന്ന് ഒളിഞ്ഞു നിൽക്കാൻ എഡിസണ് സാധിച്ചത്? അവിടെയാണ് അയാൾ ആർജിച്ചെടുത്ത സാങ്കേതിക വിദ്യകളുടെ കാര്യം പരാമർശിക്കേണ്ടി വരുന്നത്. അറിവുള്ളവർക്ക് സാങ്കേതിക വിദ്യകളെ എത്രത്തോളം ദുരുപയോഗം ചെയ്യാം എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് എഡിസന്റെ സംഭവം നമുക്ക് മുന്നിൽ വിരിച്ചു വെക്കുന്നത്. ദിവസം തോറും ലഹരി മരുന്ന് കച്ചവടത്തിന്റെ വ്യത്യസ്ത തരം വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് ഒരു സിനിമ ഡയലോഗ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ന് കാര്യങ്ങളും. പണ്ട് ഉപജീവനത്തിനെന്ന മട്ടിൽ നാട്ടിൻപുറങ്ങളിൽ കഞ്ചാവും മറ്റും രഹസ്യമായി വിറ്റഴിച്ചിരുന്നവർ ഉണ്ടായിരുന്നു. ആളും തരവും നോക്കി മാത്രം കച്ചവടം ചെയ്ത് പണം സമ്പാദിച്ചവർ.
എന്നാൽ ഒരു പരിധിയിൽ കൂടുതൽ അവർക്കാർക്കും പണം സമ്പാദിക്കാനും കഴിഞ്ഞിരുന്നില്ല. കാരണം അതിൻ്റെ വിനിമയ ശൃംഖല അത്രത്തോളം പരിമിതമായിരുന്നു എന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് അതുപോലെയല്ല കാര്യങ്ങൾ. മയക്കുമരുന്ന് കച്ചവടത്തിനായി ഇറങ്ങിത്തിരിക്കുന്ന ചെറുപ്പക്കാരും അഭ്യസ്ത വിദ്യർ തന്നെയാണ്. അവരിൽ ചിലർ ഇൻവെന്റേഴ്സും യൂട്യൂബർമാരുമാണ്, ടെക്കികളാണ്. യുവതികളും ഈ ചങ്ങലയിലെ കണ്ണികളാണ്. ആൺപെൺ വ്യത്യാസമോ പ്രായഭേദമോ ഇല്ലാതെയാണ് പുതുതലമുറ ഇന്ന് ലഹരിക്കൊളുത്തിൽ അങ്ങനെ പെട്ടുകൊണ്ടിരിക്കുന്നത്. എഡിസന്റെയും അയാളുമായി ബന്ധപ്പെട്ടവരുടെയും അറസ്റ്റും ചോദ്യം ചെയ്യലും വഴി കോടിക്കണക്കിന് രൂപയുടെ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് കച്ചവടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരുമെന്നാണ് കരുതപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് പുതിയ വിവരങ്ങൾ ലഭ്യമായേക്കാം. ഈ ഒരു സാഹചര്യത്തിലാണ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ലയോ 14 പാപ്പ അടുത്ത കാലത്ത് നടത്തിയ പ്രസംഗത്തിലെ ആശയം പ്രസക്തമാകുന്നത്. അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്: മയക്കുമരുന്നിന് അടിമകളായവരെ ശിക്ഷിക്കുന്നതിന് പകരം മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ പണം കൊയ്യുന്ന ക്രിമിനൽ സംഘടനകളെ തകർക്കുന്നതിലായിരിക്കണം സർക്കാരുകളും അധികാരികളും ശ്രദ്ധ പതിപ്പിക്കേണ്ടത് എന്നാണ്. മയക്കുമരുന്നിന് അടിമകളായവർ ശിക്ഷിക്കപ്പെടുകയും എന്നാൽ ശക്തരായ കച്ചവടക്കാർ ശിക്ഷിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നു. ഇരകളോട് പോരാടുന്നത് എളുപ്പമാണ്. സുരക്ഷയുടെ പേരിൽ അവർക്കെതിരെ യുദ്ധം നടത്താനും മരണശൃംഖലയിലെ അവസാന കണ്ണികളായവരെ കൊണ്ട് ജയിലുകൾ നിറയ്ക്കാനും എളുപ്പമാണ്. പക്ഷേ മറുവശത്ത് ചങ്ങല കൈകളിൽ പിടിച്ചിരിക്കുന്നവർക്ക് സ്വാധീനമുള്ളതുകൊണ്ട് അവർ ശിക്ഷിക്കപ്പെടാതെ പോകുന്നു. മയക്കുമരുന്നും പലതരത്തിലുള്ള ആസക്തികളും അദൃശ്യമായ തടവറകളാണ്. പക്ഷേ നാം എല്ലാവരും സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് എന്നാണ് പാപ്പ ഓർമ്മിപ്പിച്ചത്. എത്ര പ്രസക്തമാണ് ഈ വാക്കുകൾ എന്ന് ഓർക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് എത്രയോ പ്രസക്തമാണ്. കേരളത്തിൽ ലഹരി മരുന്ന് കച്ചവടവുമായി പ്രതിക്കൂട്ടിലായിരിക്കുന്നവരും അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നവരുമെല്ലാം കൂടുതലും സാധാരണക്കാരാണ്. വലയിൽ കുടുങ്ങുന്ന ചെറിയ മത്സ്യങ്ങൾ മാത്രമാണ് അവർ. എന്നാൽ തിമിംഗലങ്ങൾ കടലിൽ ഇപ്പോഴും പുളച്ച് അങ്ങനെ നടക്കുക തന്നെയാണ്. തിമിംഗലങ്ങളെ വേട്ടയാടുകയാണ് വേണ്ടത്. അതിന് ഭരണാധികാരികൾക്ക് ആർജവം വേണം. തീരുമാനം നടപ്പിലാക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള സന്നദ്ധത വേണം. ഇതൊന്നും ഇല്ലായെങ്കിൽ ലഹരി വിരുദ്ധ ദിനാചരണം നടത്തിയിട്ടോ ലഹരിക്കെതിരെ പ്രസംഗിച്ചിട്ടോ നാർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന സിനിമാ ഡയലോഗ് അടിച്ചിട്ടോ കാര്യങ്ങൾ ഒന്നുമില്ല. ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിലുള്ള നമ്മുടെ യുവജനങ്ങളെ രക്ഷിക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം. നാട്ടുകാർക്ക് കുറ്റം പറയാൻ അവസരം കൊടുക്കാത്ത വിധത്തിൽ സൗമ്യതയോടെ ഇടപെടുകയും നിഷ്കളങ്കരായി ജീവിക്കുകയും ചെയ്യുന്ന ചെറുപ്പക്കാർ നമുക്ക് അവിടെ എവിടെയായിട്ട് ഒക്കെ ഉണ്ട്. ചില സിനിമകളിൽ അത്തരം കഥാപാത്രങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടും ഉണ്ട്. അത്തരം കഥാപാത്രങ്ങളെ നോക്കിയായിരിക്കും പല വീടുകളിലും മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ ഉപദേശിക്കുന്നത്. അവരെ കണ്ടുപിടിക്ക്, അവരെത്രയോ നല്ലവരാണ്, എത്രയോ പണം അവർ സമ്പാദിക്കുന്നുണ്ട് എന്ന്. ഇങ്ങനെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ ആ നല്ല ഉണ്ണികൾ എത്രത്തോളം രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കുന്നവരും അപകടകാരികളുമാണ് എന്ന് തെളിയിക്കുക കൂടിയാണ് എഡിസന്റെ ഈ സംഭവം എന്ന് ഓർക്കുക. കേരളത്തെ നടുക്കിക്കളഞ്ഞ ലഹരി വേട്ടയുടെ പിന്നിലെ കഥകളെ പിന്തുടരുമ്പോൾ അതിലൂടെ അനാവരണം ചെയ്യപ്പെടുന്ന സത്യം പുതിയ തലമുറയുടെ ധാർമ്മിക അധപ്പതനവും മൂല്യച്യുതിയും ഒക്കെ ചേർന്ന് നമ്മുടെ സമൂഹം ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ആഡംബരങ്ങൾക്കും സുഖജീവിതത്തിനും വേണ്ടി കൈ നനയാതെ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നവർ എത്തിച്ചേരുന്നത് വലിയ അപകടത്തിലേക്കും ആത്മനാശത്തിലേക്കും ആണ് എന്ന സത്യം നമ്മൾ മറന്നു പോകരുത്.